നമുക്ക് ഏറ്റവും അഭിമാനമായ ഇന്ത്യൻ ആർമിയിൽ ചേർന്ന് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന, നമ്മളെ സംരക്ഷിക്കുന്ന ഒരു സായുധ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സഞ്ജയ്, ഞാൻ വിളിക്കുന്നത് സഞ്ജു എന്ന് വിളിക്കുന്നത്. സഞ്ജു ലീവിൽ വന്നിരിക്കുകയാണ്. സഞ്ജു നിങ്ങളോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾക്കും കാണാൻ ആഗ്രഹമുണ്ട്. സഞ്ജു പ്ലീസ് കം. വെൽക്കം സഞ്ജു. ശരിയോ? ഗുഡ് ആഫ്റ്റർനൂൺ. ആക്ച്വലി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പം നിൽക്കുമ്പോൾ ഐ ആം ഫീലിംഗ് വെരി മച്ച് പ്രൗഡ്. എന്തെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ പോലെ ഇതുപോലെ ഈ ബെഞ്ചസിൽ ഇരുന്ന് പഠിച്ചിട്ട് പുറത്തുപോയ വിദ്യാർത്ഥിയാണ്. ഇവിടെ ഇരുന്ന് ഞാൻ ഇരിക്കുന്നു, ഇവിടെ ഇരിക്കാൻ പറ്റുന്ന ആകർഷിച്ച് പറഞ്ഞ പ്രൗഡ് ഓഫ് യു. ദാറ്റ് മീൻസ് എ ലോട്ട്. കാരണം നമ്മൾ പഠിച്ച സ്കൂളിൽ ഒരു സ്പീച്ച് കൊടുക്കാൻ പ്രിൻസിപ്പൽ സാറ് വിളിക്കുക, ടീച്ചർ വിളിക്കുക, ഒരു 5 minutes ഒരു ഹാഫ് ആൻ അവർ കുട്ടികളോടൊന്ന് സംസാരിക്കുന്ന പറയുമ്പോൾ സീരിയസ്ലി ഭയങ്കര പ്രൗഡായിട്ട് എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സാണ് ഇവിടെ ഇരിക്കുന്ന. സരിത ടീച്ചറായാലും, നിഷ് ടീച്ചറായാലും, മാത്സ് ടീച്ചറാണ്, ബയോളജി ടീച്ചർ എന്നെ പഠിപ്പിച്ചു വിട്ടാണ്. ഒരുപാട് ചേർത്തി അടിയെല്ലാം കൊണ്ട് പഠിച്ചു പോയി. പക്ഷെ ഇന്ന് ഞാൻ ലൈഫിൽ കുറച്ചെങ്കിലും അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നില്ല ഫുള്ളി എൻ്റെ ലൈഫ് ഫുള്ളി അച്ചീവ് ആണ്. ഐ എം സ്റ്റിൽ പർസ്യൂയിങ് മൈ ഡ്രീംസ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു സ്കൂളിൽ പഠിക്കാൻ ചേർന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മെയിൻ എയിം ആയിരുന്നു പഠിക്കുക. പിന്നെ വിദ്യാർത്ഥിയിൽ നിന്ന് പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. ക്വിസ് കോമ്പറ്റീഷൻ, ഡിബേറ്റ്, അതുപോലെ നമ്മുടെ ശിശുദിനത്തിൽ കൾച്ചറൽ കോമ്പറ്റീഷൻ, ഇതെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. മുമ്പ് ഇവിടെ ഞാൻ ഇതിനു മുമ്പ് മൈക്ക് പിടിച്ചത് എൻ്റെ 10th സെൻഡ് ഓഫിന് ഒരു 2 വാക്ക് പറയാനായിരുന്നു. അന്ന് എൻ്റെ കൈ എത്ര ഷെയ്ക്കായെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ബട്ട് ഇന്ന് ഞാൻ എത്ര ബോൾഡായിട്ട് സംസാരിക്കുന്നത് വീണ്ടും അതുപോലുള്ള ഒരുപാട് സ്റ്റേജസ് എനിക്ക് കയറിയിട്ട് കുറച്ച് ഷെയ്ക്കായി, കുറച്ച് ഫ്രണ്ടിലിരിക്കുന്ന ചിരിച്ചെങ്കിലും ഇപ്പൊ എനിക്കത് സെറ്റായി. ഓക്കെ, നമ്മൾ ഒരു കാര്യം പേടിച്ചിട്ട് മാറി നിന്ന് ഒരിക്കലും നമുക്ക് അതിനെ വിജയിക്കാൻ പറ്റുന്നില്ല. അപ്പോ പണ്ട് സാറ് പറഞ്ഞൊരു ഡയലോഗ്, നമുക്ക് യു എയിം ഫോർ ദ സ്കൈ അറ്റ്ലീസ്റ്റ് യു വിൽ റീച്ച് ദ ടോപ്പ് ഓഫ് എ മൗണ്ടൈൻ. അപ്പോ ഇതിനു മുമ്പ് ഇതുപോലെ ഒരു ബാലവേല ക്ലാസ്സിൽ എനിക്കൊരു സാറിന്റെ ഒരു ഫ്രണ്ട് ആർമിയിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പല എൻട്രീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് പറഞ്ഞു ഞാൻ പട്ടാളത്തിൽ പോകുമെന്ന് പറഞ്ഞപ്പോ എന്റെ കൂടെയുള്ളവരും ഈവൻ എന്റെ വീട്ടുകാരും നിന്നെ കൊണ്ടൊന്നും പറ്റില്ല, യു ആർ സോ സ്മാൾ, യു ആർ നോട്ട് ഫിറ്റ് ഫോർ ദ ആർമി, ബട്ട് റൈറ്റ് നൗ ഐ ആം സ്പീക്കിംഗ് ടു യു ആസ് ആൻ ആർമി പേഴ്സൺ. ഓക്കെ, നെസസറിയാണ്. നമ്മൾ എന്താ പറയാ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സഹകരിച്ചാൽ നമ്മുടെ ഫ്രണ്ട്സിനോടുള്ള ഔട്ടിങ്, നമ്മളുടെ ഈവൻ ഡയറ്റ്. ഇപ്പോൾ ഞാൻ ആർമിയിലാകുമ്പോൾ നമ്മുടെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ, നമ്മുടെ ഡയറ്റ്, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ മറ്റുള്ള കുട്ടികളെ കാണുമ്പോൾ നമുക്ക് ചില സമയത്ത് നമ്മുടെ ഈ സെയിം ഏജുള്ള കുട്ടികളാണ്, അവരെല്ലാം എൻജോയ് ചെയ്യുന്നു. നമ്മൾ ആ സമയത്ത് വീട്ടിലിരുന്ന് പഠിക്കുന്നുണ്ടാവും, കഷ്ടപ്പെടുന്നുണ്ടാവും. നമ്മൾ വിചാരിക്കും എന്തിനാണ്, ഞാനും കൂടെ എൻജോയ് ചെയ്യാം, കുറച്ച് സിനിമയ്ക്ക് പോകാം, കൂട്ടുകാരോടത്ത് നാട്ടിൽ ഉത്സവത്തിന് കറങ്ങി അടിക്കാം, കുറച്ച് ഹീറോയിസം കാണിച്ചിങ്ങനെ നടക്കാം. ഈവൻ ബോയ്സ് ആയതുകൊണ്ടെങ്കിൽ ഉണ്ടല്ലോ കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കി നടന്ന ഈ പ്രായത്തിൽ ഹീറോ ആണെന്ന് തോന്നും. പക്ഷെ അങ്ങനെയൊന്നല്ല. എല്ലാ ക്ലാസ്സിലും മുന്നേറെ ഒരു ബുജ്ജി ടൈപ്പ് കുട്ടി ഉണ്ടാവും. നിങ്ങളാണ് ചിലപ്പോൾ ഇപ്പൊ കളിയാക്കായിരിക്കും, പക്ഷെ നാളത്തെ ലൈഫിൽ നിങ്ങൾ കുറച്ചൊരു എൻ്റെ ഒരു ഏജ് വരുമ്പോൾ അവനായിരിക്കും ലൈഫിൽ ഹീറോ. ഇന്ന് ഹീറോയിസം കാണിക്കുന്നത് നാളെ ചിലപ്പോൾ സീറോ ആവും. അപ്പൊ ഇന്ന് നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുടെ കൈയടി വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു അഡ്മിറേഷൻ കിട്ടിയതുകൊണ്ട് കാര്യമില്ല. നമ്മള് ഇന്നത്തെ ആ ബുദ്ധിയായിരിക്കും ഇന്ന് അവന്റെ ഡ്യൂട്ടി. ഇന്ന് നിങ്ങളുടെ ഡ്യൂട്ടി പഠിക്കുക. വീട്ടുകാര് കഷ്ടപ്പെട്ട് നമ്മള് വിദ്യാർത്ഥി പഠിക്കുന്ന കുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി, വീട്ടുകാർ വളരെ കഷ്ടപ്പെട്ട് ഫീസ് അടച്ച് പഠിപ്പിക്കുന്നതായിരിക്കും. സോ നിങ്ങളെല്ലാവരും ഇത് മനസ്സിലാക്കി നന്നായി പഠിക്കുക. ലൈഫിൽ എന്തെങ്കിലും എയിം വെക്കുക, എയിം വെച്ച് പഠിക്കുക. അപ്പൊ നമ്മുടെ ഡ്രീമിനെ ഫോളോ ചെയ്യേണ്ടത് എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് സാറായിട്ട് സ്വന്തം ഒരു റിയൽ ലൈഫ് മോട്ടിവേഷൻ സ്റ്റോറി പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായത്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സന്ധ്യയൊക്കെ പറയുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും പ്രൗഡായ ഒരു മൊമെന്റ് ആണ് അല്ലെ. നമ്മുടെ സ്കൂളിൽ പഠിച്ച ഒരാൾ തന്നെ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുക. സന്ധ്യയ്ക്ക് ഭാവിയില് ഇനിയും ഉയരങ്ങളിൽ എത്തിച്ചേരാനായിട്ട് എല്ലാവരും ആശംസ. നല്ല മനസ്സുള്ളവർക്ക് നല്ല പൊസിഷൻ കിട്ടും.